കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 19, തിരുവചനങ്ങൾ 23 മുതൽ. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. ശിഷ്യന്മാർ ഇത് കേട്ട് വിസ്മയഭരിതരായി അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും? യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? യേശു അവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിൽ ഇരിക്കും. എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ആർക്കും 100 ഇരട്ടി ലഭിക്കും. അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. എന്നാൽ മുൻപന്മാർ പലരും പിൻപന്മാരും, പിൻപന്മാർ മുൻപന്മാരുമാകും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും വായിച്ചു കേൾക്കുകയായിരുന്നു. ഒപ്പം എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ആദ്യ വായനയിൽ നമ്മൾ വായിക്കുകയാണ്. ഇന്ന് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചു കേട്ടത്. ടൈർ രാജാവായ ഇത്തോബാലിനെതിരെയുള്ള ഒരു പ്രവചനമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. കാരണം ചരിത്രപരമായിട്ട് ഇത് എഴുതപ്പെടുമ്പോൾ ഇത്തോബാലായിരുന്നു ടൈർ രാജാവ്. എന്താണ് ഇന്നത്തെ ആദ്യ വായനയിൽ കർത്താവ് പറയുന്നത്? ഇന്നലത്തെ വചനങ്ങളും ഇന്നത്തെ സുവിശേഷവും എല്ലാം ഒരേ കാര്യത്തിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. ഇന്നലത്തെ സുവിശേഷ ഭാഗത്തിൽ കർത്താവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്ന ഒരു യുവാവിനെ നമ്മൾ കാണുന്നുണ്ട്. കർത്താവെ, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അവൻ്റെ ഉള്ളിലുള്ള വിചാരങ്ങളും അന്നത്തെ കാലത്തെ ഒരു ധാരണ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ പ്രതിഫലമായിട്ട് എനിക്ക് ലഭിക്കുന്ന ഒന്നാണ് നിത്യജീവൻ. അതല്ലെങ്കിൽ എനിക്ക് നേടിയെടുക്കാൻ പറ്റുന്ന എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ സാമർഥ്യം കൊണ്ട്, എൻ്റെ പെർഫോമൻസ് കൊണ്ട് എനിക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് നിത്യജീവൻ എന്ന് അന്നത്തെ കാലത്തെ ചിന്താഗതിയായിരുന്നു. മാത്രമല്ല, ധനം, അറിവ്, ഇതൊക്കെ ദൈവം തരുന്ന അനുഗ്രഹത്തിൻ്റെ മാത്രം അടയാളങ്ങളായിട്ട് അവർ കണ്ടിരുന്നു. അപ്പം അതുകൊണ്ടാണ് ധനമുള്ളത് കൊണ്ട് ഉറപ്പായിട്ടും ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നുവെന്നും ഇത് സുഭാഷിതങ്ങൾ 10:22 അടിസ്ഥാനപ്പെടുത്തി അവർ കൂടുതൽ ഇത് പറയുന്നത്. ധനം എപ്പോഴും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണെന്നും അതിൻ്റെ കൂടെ ദുഃഖം ഉണ്ടാവുകയില്ലെന്നും ഒക്കെയുള്ള ഒരു വചനത്തിൽ മാത്രം അടിസ്ഥാനം നിന്നുകൊണ്ട് അവർ പറയുന്നതാണ് ധനം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, അതുകൊണ്ട് ധനമുള്ളവൻ എപ്പോഴും ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് ആദ്യ വായനയിൽ ഈ രാജാവിനെതിരെ ദൈവത്തിൽ നിന്നുള്ള വചനം എന്താണ്? അഹങ്കാര തള്ളൽ കൊണ്ട് നീ എല്ലാം മറന്ന് സ്വയം ദൈവമാക്കിയിരിക്കുന്നു. അഹങ്കാര തള്ളൽ കൊണ്ട് നീ എല്ലാം മറന്ന് നിന്നെ തന്നെ ദൈവമായിട്ട് കണക്കാക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കടന്നു പോകുന്ന ഒരു അഹങ്കാരത്തിൻ്റെ മേഖലയോ, അതല്ലെങ്കിൽ ആത്യന്തികമായിട്ട് അഹങ്കാരമില്ലാന്ന് കരുതുമ്പോൾ പോലും അമിതമായ ധനമോ മറ്റ് കാര്യങ്ങളോ നമ്മളെ ദൈവത്തെ മറന്ന് സ്വന്തം കഴിവിലും സ്വന്തം സാമർഥ്യത്തിലുമൊക്കെ ആശ്രയിക്കുവാനായിട്ട് നമ്മളെ മുന്നോട്ട് നയിക്കുക. അതായത് അമിതമായിട്ട് ധനം അല്ലെങ്കിൽ ധനമുള്ളൊരു വ്യക്തി എന്താ ചിന്തിക്കുന്നത്? അവൻ സെക്യൂരിറ്റി കണ്ടെത്തുന്നത്, ജീവിതത്തിന് ആശ്രയം കണ്ടെത്തുന്നത് അവൻ്റെ ധനത്തിലാണ്. കാശുള്ളത് കൊണ്ട് എനിക്ക് ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല, ദൈവത്തെ പേടിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല, കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്, കാശുണ്ടല്ലോ. അല്ലെങ്കിൽ പഠിപ്പുള്ളവൻ, അറിവുള്ളൊരു വ്യക്തി ചിന്തിക്കുന്നു, എൻ്റെ അറിവിൽ ഊന്നി നിന്നുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാം, എനിക്ക് ദൈവത്തെക്കുറിച്ച് വലിയ കാര്യമായിട്ട് ഗൗരവമായിട്ടോ ദൈവത്തെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ വിശുദ്ധിയെക്കുറിച്ചോ ചിന്തിക്കേണ്ട കാര്യമില്ല, കാരണം എനിക്ക് അറിവുണ്ട്. നല്ല ഹൈ പെയ്ഡ് ആയിട്ടുള്ളൊരു ജോലിയുള്ളൊരു വ്യക്തി, നല്ലൊരു ബിസിനസ് ഉള്ളൊരു വ്യക്തി, ഒത്തിരിയേറെ ഇടങ്ങളിൽ കോണ്ടാക്റ്റുകളുള്ള ബന്ധങ്ങളുള്ളൊരു വ്യക്തി, സൗന്ദര്യമുള്ളൊരു വ്യക്തി, ഈ മേഖലയിലൊക്കെ ഓരോരുത്തരും സംഭവിക്കുന്നത് എന്താണ്? സ്വന്തം നിലയിൽ, സ്വന്തം കഴിവിൽ സ്വാശ്രയത്തിലേക്ക് പോവുകയാണ്. സ്വാശ്രയത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയും ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല.
എനിക്ക് ഞാൻ മതി എന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ടാണ് ഈ രാജാവിനോട് ദൈവം പറയുന്നത്, നീ ധനമുണ്ടാക്കി, നീ നന്നായിട്ട് ബിസിനസ് ചെയ്തു, നീ ഇഷ്ടം പോലെ കാര്യങ്ങൾ നേടിയെടുത്തു, അവസാനം എന്ത് സംഭവിച്ചു? നീയാണ് ദൈവം എന്ന് നീ കരുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മളാരും വാ തുറന്ന് ഞാൻ ദൈവമാണ് എന്ന് പറയും എന്നല്ല ഞാൻ പറയുന്നത്. പിന്നെയോ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ദൈവത്തെ മറക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, അവിടെയാണ് അഹങ്കാരം നിൻ്റെ ജീവിതത്തിൽ പിടിമുറുക്കുന്നത്. എൻ്റെ കുടുംബത്തിൻ്റെ ശ്രേഷ്ഠത, കുടുംബത്തിൻ്റെ മഹത്വം, എൻ്റെ ചുറ്റുമുള്ള വ്യക്തികൾ, ഇതൊക്കെയും എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ടോ? ഇതൊക്കെയാണ് ദൈവം പറയുന്ന ധനം എന്ന് പറയുന്നത്. അല്ലാതെ എണ്ണിക്കൊടുക്കുന്ന കാശ് മാത്രമല്ല. അറിവ് ഒരു വ്യക്തിക്ക് ധനമാണെങ്കിൽ ഒരു വ്യക്തിക്ക് സൗന്ദര്യമായിരിക്കാം ധനം, ഒരു വ്യക്തിക്ക് കുടുംബമായിരിക്കാം ധനം, ഒരു വ്യക്തിക്ക് കോണ്ടാക്റ്റ് ആയിരിക്കാം, ബന്ധങ്ങളായിരിക്കാം ധനം. എന്ത് നിന്നെ ദൈവത്തിൽ നിന്നും മാറി നിന്നിലേക്ക് മാത്രം നിൽക്കുവാനും ആശ്രയിക്കുവാനും നിന്നെ പരിശ്രമിക്കുന്നു, അല്ലെങ്കിൽ നിന്നെ മുന്നോട്ട് നയിക്കുന്നു, അതൊക്കെ നിന്റെ ജീവിതത്തിൽ നീ ഉപേക്ഷിച്ച് കളയേണ്ട ധനങ്ങളാണ്. ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈ ഒരു വ്യക്തി ദൈവത്തിൽ ആശ്രയിക്കാതെ താൻ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് വിചാരിക്കുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് കർത്താവ് ടൈർ രാജാവിനെ നോക്കി എസെക്കിയേൽ പ്രവാചകനോട് പറയുകയാണ്, നീ വെറും മർത്യനാണെന്ന് നീ ഓർക്കണം. നീ വെറും മർത്യനാണെന്ന് നീ ഓർക്കണം. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചത് എന്താ? മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ. മുറിവേൽപ്പിക്കുന്നതും അല്ലെ, നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പറയുന്നത്? ദൈവം തന്നെ മുറിവേൽപ്പിക്കുന്നു, ദൈവം തന്നെ സുഖപ്പെടുത്തുന്നു. ഇതിൻ്റെ അകത്ത് എന്താണ് ദൈവം എന്നോട് ഇതിൽ നിന്നും ആവശ്യപ്പെടുകയും എനിക്ക് തരുകയും ചെയ്യുന്ന സന്ദേശം? പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ പൗലോസ്ലീഹായുടെ ജീവിതം നോക്കും. പൗലോസ്ലീഹ പറഞ്ഞിട്ടില്ലേ, ഞാൻ പ്രാർത്ഥിച്ചു, ആ മുള്ളു ദൈവം എടുത്തു മാറ്റില്ല. ദൈവം എന്നോട് എന്ത് പറഞ്ഞു? നിനക്ക് എൻ്റെ കൃപ മതി. ബലഹീനതയിലാണ് എൻ്റെ ശക്തി കൂടുതലായിട്ട് പ്രകടമാകുന്നത്. ശക്തിയുള്ളപ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ ശക്തിയിലാണ് ഞാനെല്ലാം ചെയ്യുന്നത്. ഗിദെയോനോട് പറഞ്ഞു, വലിയൊരു സൈന്യത്തെയുമായിട്ട് നീ പോയി യുദ്ധം ജയിക്കുമ്പോൾ നീ വിചാരിക്കും സൈന്യത്തിൻ്റെ ശക്തിയാലാണ് നീ യുദ്ധം ജയിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ചില മരുഭൂമി അനുഭവങ്ങളിലൂടെ എല്ലാം ഉണ്ട് എന്ന് കരുതുന്ന സന്ദർഭങ്ങളിൽ നിന്ന് കർത്താവ് ഒരു പക്ഷേ നമ്മൾ താഴെ ഇറക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഒന്നുമല്ല എന്ന് തിരിച്ചറിയുന്നതിനാണ്. ഞാനല്ല ദൈവം എന്ന് തിരിച്ചറിയുന്നതിനാണ്. ഞാനല്ല കർത്താവേ ദൈവം, അങ്ങാണ് ദൈവം എന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥത്തിലുള്ള ആരാധന. ദൈവസന്നിധിയിൽ ഞാൻ ആരാധനയ്ക്കായിട്ട് വരുമ്പോൾ ദൈവസന്നിധിയിൽ എന്താണ് യഥാർത്ഥമായ ആരാധന? ഞാൻ വെറും മനുഷ്യനാണെന്നും ഞാൻ ദൈവത്തിൻ്റെ കൃപയ്ക്ക് കീഴിൽ നിൽക്കുന്ന വെറും ഒരു മനുഷ്യൻ മാത്രമാണെന്നും ദൈവമേ അങ്ങാണ് ദൈവമെന്നും തിരിച്ചറിയുന്നിടത്താണ്. എൻ്റെ കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും ഞാനല്ല ദൈവം, ദൈവമാണെന്ന് തിരിച്ചറിയുന്നിടത്താണ്. എൻ്റെ പഠന മേഖലയിലും എൻ്റെ ജോലി മേഖലയിലും ഞാനല്ല ദൈവം, കർത്താവേ അങ്ങാണ് ദൈവമെന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതവും ആരാധനയും. പലപ്പോഴും നമ്മൾ പള്ളിയിൽ മാത്രം ദൈവത്തെ ദൈവമെന്ന് വിളിച്ചിട്ട് ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരുപക്ഷെ ഞാൻ ദൈവത്തെ പോലെ പെരുമാറുമായിരിക്കാം. കുടുംബത്തിലോ കുടുംബത്തിലെടുക്കുന്ന തീരുമാനങ്ങളിലോ ഞാൻ ദൈവത്തെ പോലെ പെരുമാറുമായിരിക്കാം. എൻ്റെ ബന്ധങ്ങളിലോ എൻ്റെ പഠിപ്പിലോ എൻ്റെ മറ്റിടങ്ങളിലോ ഞാൻ എവിടെയെങ്കിലുമൊക്കെ എന്നെ തന്നെ മറന്ന് ദൈവത്തെ മറന്ന് പെരുമാറുന്നുണ്ടോ? വീണ്ടും ഇന്നത്തെ വചനഭാഗത്തിലേക്ക് വരുമ്പോൾ കർത്താവ് അതുകൊണ്ട് പറയുകയാണ്, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ്. ഇതാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ സ്വയം മതിമറന്ന് നിങ്ങളെ തന്നെ അഹങ്കാരത്തള്ളലാൽ നിറച്ചു വെച്ചാൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. എല്ലാം മറന്ന് ഞാൻ ഒന്നുമല്ല എന്ന് തിരിച്ചറിഞ്ഞ് എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ അവിടുന്നാണ് എൻ്റെ ജീവിതത്തിൻ്റെ മേൽ അധികാരമുള്ള കർത്താവ് എന്ന് തിരിച്ചറിയുന്നിടത്ത്, എൻ്റെ ജീവിതത്തിൻ്റെ മേലുള്ള അധികാരം കർത്താവിനാണ്. എൻ്റെ കുടുംബത്തിൻ്റെ മേലും ജോലിയുടെ മേലും ഞാൻ ആയിരിക്കുന്ന ഓരോ ഇടങ്ങളുടെ മേലും കർത്താവിനാണ് അധികാരമെന്ന് തിരിച്ചറിയുന്നിടത്ത്, സ്വർഗരാജ്യം എനിക്ക് കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും പെർഫോമൻസ് അനുസരിച്ചും പ്രതിഫലമായിട്ടും എനിക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല സ്വർഗരാജ്യം, പിന്നെയോ ഞാൻ ജീവിക്കേണ്ട ഒന്നാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് പ്രിയമുള്ളവരെ നമ്മൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത്. കർത്താവ് ആ യുവാവിനോട് പറഞ്ഞത്, നീ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നീ സ്വർഗരാജ്യം നേടിയെടുക്കുമെന്നല്ല, നീ ഇങ്ങനെ ജീവിക്കുമ്പോൾ നീ നിത്യജീവിതത്തിന് അവകാശിയായിട്ട് തീരും. നിത്യജീവിതം, സ്വർഗരാജ്യം എന്നുള്ളത് നമുക്ക് ഫ്രീ ആയിട്ട് കൃപയിൽ നിന്ന് നൽകപ്പെടുന്നതാണ്. നമ്മുടെ പെർഫോമൻസ് നോക്കിയല്ല, ദൈവത്തിൻ്റെ കരുണയിൽ നിന്ന് നൽകപ്പെടുന്നതാണ്. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈ ദിവ്യബലിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെ തന്നെ മതിമറന്ന് അഹങ്കാരം കൊണ്ട് അങ്ങേ മറന്ന് ജീവിക്കാൻ എന്നെ അനുവദിക്കരുതേ. അങ്ങാണ് ദൈവമെന്ന് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും തിരിച്ചറിയുവാൻ,
അങ്ങാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം എന്ന് തിരിച്ചറിയുവാൻ, അങ്ങേക്കാൾ ഉപരിയായിട്ട് മറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ തക്കവണ്ണം അങ്ങയെ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയെ സ്നേഹിക്കുവാൻ തടസ്സം നിൽക്കുന്ന, അങ്ങേക്കാൾ അധികമായിട്ട് ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന സമ്പത്തോ സ്വത്തോ സൗന്ദര്യമോ ബന്ധങ്ങളോ കൂട്ടുകെട്ടുകളോ എൻ്റെ ജോലിയോ ഒന്നും കർത്താവേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത് മാറ്റിവെക്കുവാനുള്ള കൃപ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാറ്റിലും ഉപരിയായി, എല്ലാവരിലും ഉപരിയായി ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.